Good evening, friends. Welcome to the Daily Analysis program. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഡെയിലി അനാലിസിസ് നോക്കുമ്പോൾ ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു സെല്ലിംഗ് പ്രഷർ നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. ബട്ട് ഇന്നലെയാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇന്നലെ സപ്പോർട്ട് എടുത്ത് അപ്വേർഡ് മൊമെൻറ്റം ആയിരുന്നു. ഇന്ന് പക്ഷേ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിട്ട് നമ്മളൊരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഏരിയ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ടേഷൻസ് പ്രകാരം മൂവ് ചെയ്ത് നമുക്ക് 5 മിനിറ്റ് ചാർട്ടിലോട്ട് നോക്കാം. 5 മിനിറ്റ് ചാർട്ട് ആകുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സോൺ വളരെ ക്രിട്ടിക്കലാണ്. ഈ ഒരു സോണിൽ താഴെ വന്നാൽ സെല്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ടാവും. സോ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് 3 ക്യാൻഡിൽ സെല്ലിംഗ് ആയിരുന്നു. കണ്ടിന്യൂസ് സെല്ലിങ്ങിൽ നമ്മൾ സ്ട്രാറ്റജി വർക്ക് എടുക്കാറില്ല. സോ ഒരു പുൾ ബാക്ക് ഉണ്ടായി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്റ്റാർട്ടിങ്ങും ഒരേപോലെ ആയിരിക്കും. പക്ഷേ ഇന്നലെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് പുൾ ബാക്കിൽ അത് അപ്വേർഡിൽ പോയി. പക്ഷേ ഇന്ന് അതേപോലെ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പല എൻ്റെ വീഡിയോസിലും. 2 കണ്ടിന്യൂസ് ഡേയ്സിൽ സെയിം ഒരു മൊമെൻറ്റം, സെയിം ടൈപ്പ് ഓഫ് മൊമെൻറ്റം നമുക്ക് കിട്ടില്ല, നിഫ്റ്റി ആയാലും ഏതായാലും. സോ ഇതേപോലെ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് വന്നപ്പോൾ ഞാൻ ഇന്നലത്തെ പോലെ ഇവിടെ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിച്ചില്ല. സോ അതിൻ്റെ ലോ ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെ ട്രേഡ് ട്രിഗറായി. എന്നിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യായിരുന്നു. സോ അത് വന്ന് ട്രിഗർ ചെയ്തിട്ട് അത് താഴോട്ട് പോയി. ആക്ച്വലി ഇവിടെ വെച്ചാൽ മതിയായിരുന്നു, ബട്ട് നമ്മൾ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിൽ വയ്ക്കുമ്പോൾ അത് വന്ന് ജസ്റ്റ് ട്രിഗർ ചെയ്തിട്ട് താഴോട്ട് പോയി. നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പൊസിഷൻ ട്രേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിൽ ഹോൾഡ് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്ക്ലി ക്യാൻഡിൽ എടുത്ത് നോക്കാം. വീക്ക്ലി ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ഇതിൻ്റെ താഴെയാണ്. സോ പൊസിഷൻ ട്രേഡ് ഉള്ളവർക്ക് ഇത് ഹോൾഡ് ചെയ്യാം. ഇതിൻ്റെ താഴെയാണ് നമ്മുടെ ടാർഗറ്റ്. സോ നമുക്ക് നോക്കാം. ഇതെല്ലാം ബയേഴ്സിന് ഓൾറെഡി ഒരിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സോണാണ്. സോ ഇവിടെ വലിയ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഇല്ല, ഇല്ലെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവണം. ഓക്കെ, സോ അതാണ് നിഫ്റ്റിയുടേത്. ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും താഴോട്ട് വരാനുള്ള ടെൻഡൻസി കാണിച്ചു തുടങ്ങി. 5 മിനിറ്റ് ചാർട്ട് നോക്കാം. 5 മിനിറ്റ് ചാർട്ട് എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇന്നലത്തെ ഇത് ക്രോസ് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. നിഫ്റ്റിയിൽ കുറച്ചും കൂടെ ഒരു താഴോട്ടുള്ള മൊമെൻറ്റം ഉണ്ടായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി അത്ര ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിട്ട് ഇനിഷ്യൽ മൊമെൻറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ വലുതായിട്ട് ഒരു മൊമെൻറ്റം ഉണ്ടായിട്ടില്ല. 59 ഓൾമോസ്റ്റ് 59 അടുപ്പിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ദെൻ ഫർദർ സപ്പോർട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടാർഗറ്റ് 58,000 അടുപ്പിച്ചാണ് മൂവ്മെൻറ്റ്. അത് ഞാൻ ഈ വീക്ക് വരുമെന്നല്ല, ഫർദർ ഉള്ള ഡൗൺ സൈഡ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് സ്മോൾ ക്യാപ്പ് നോക്കാം. സ്മോൾ ക്യാപ്പിലും നല്ലൊരു സെൽ ഓഫ് തന്നെ ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. സ്മോൾ ക്യാപ്പ് 2-3 ദിവസം കണ്ടിന്യൂസ് പോസിറ്റീവ് മൊമെൻറ്റം കാണിച്ചിട്ട് അതിൻ്റെ 2 ദിവസത്തെ മൊമെൻറ്റം കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു താഴോട്ടുള്ള മൊമെൻറ്റം ആയിരുന്നു. സോ ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് ആണെങ്കിൽ തന്നെ ഇറ്റ് വിൽ ബി എ പ്രൈസ് പാറ്റേൺ ഫോം ചെയ്ത് ഡബ്ല്യു പാറ്റേൺ ഫോം ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിൽ നല്ലതായിരുന്നു. മിഡ് ക്യാപ്പ് ആയിരുന്നാൽ മിഡ് ക്യാപ്പും ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ്. ബട്ട് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നമ്മൾ അത്ര താഴ്ന്നിട്ടില്ല. ഓവറോൾ ചാർട്ട് പാറ്റേൺ നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് നല്ലൊരു ഡൗൺവേർഡ് ട്രെൻഡിലാണ്. സിൽവർ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 64 ആ ഒരു ഏരിയയിൽ സെല്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. നല്ലൊരു 62 ഒരു $2 താഴെ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അവിടെ നിന്നൊരു റിട്രേസ്മെന്റ് ഉണ്ടായിരുന്നു. നമുക്കിത് നോക്കാം ഇതെങ്ങനെയാണ് പോകുന്നതെന്ന്. ഗോൾഡ് ഓൾറെഡി ഒരു അപ്വേർഡ് മൊമെൻറ്റം ആണ് കാണിക്കുന്നത്. മുകളിലോട്ടുള്ള മൊമെൻറ്റം തന്നെയാണ് ഗോൾഡ് കാണിക്കുന്നത്. ഓൾ ടൈം ഹൈ ഇനി ഇപ്പോൾ ഓൾറെഡി ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. സെല്ലേഴ്സിന് അത് ട്രിഗർ ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ബിറ്റ്കോയിൻ നോക്കാം. ബിറ്റ്കോയിൻ ഈ ഒരു ഏരിയ തന്നെയാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഹോവർ ചെയ്യുന്നത്. സോ ഇവിടെ ഒരു റേഞ്ച് ഉണ്ടായിട്ടുണ്ട്. റേഞ്ച് ബ്രേക്ക് ഔട്ട് നോക്കാം. മോസ്റ്റ്ലി ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡെയിലി അനാലിസിസ്. നമുക്ക് ഹീറ്റ് മാപ്പ് നോക്കാം ഇന്നത്തത്. നിഫ്റ്റി 50 എല്ലാ ഇൻഡെക്സും ഡൗൺ ആയിരുന്നു. നിഫ്റ്റി 50 -64 ഡൗൺ ആയിരുന്നു. സോ അതിലെ മെയിൻ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ഭാരതി എയർടെൽ അപ്പ് ആയിരുന്നു. ടൈറ്റൻ 1.65, ടാറ്റ കൺസ്യൂമർ 1.26 എല്ലാം അപ്പ് ആയിരുന്നു. JSW സ്റ്റീൽ 2.66, എറ്റേണൽ നല്ലൊരു ഫോൾ ആയിരുന്നു, 4.67 ഫോൾ ആയിരുന്നു. ആക്സിസ് ബാങ്കും നല്ലൊരു ഫോൾ ആയിരുന്നു. ആക്സിസ് ബാങ്കിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്, ഞാൻ ഡിസ്കസ് ചെയ്യാം ഡെയിലി ന്യൂസിൽ.
വേദാന്ത ലിമിറ്റഡ് 4.2 അപ്പായിരുന്നു. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് 1.19 അപ്പായിരുന്നു. സോളാർ ഇൻഡസ്ട്രീസ് 2.68 ഡൗൺ ആയിരുന്നു. ശ്രീ സിമെന്റ് -2.35 ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. മിഡ് ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ സുപ്രീം ഇൻഡസ്ട്രീസ് 3.84 FACT 3.79 ഇതൊക്കെ അപ്പായിരുന്നു. പോളിസി ബസാർ 5.26 ഡൗൺ ആയിരുന്നു. സ്വിഗ്ഗിയും 4.21 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പും കൂടെ നമുക്ക് നോക്കാം. സ്മോൾ ക്യാപ്പിൽ കിർലോസ്കർ എഞ്ചിനീയറിംഗ് 10% അപ്പായിരുന്നു. ലീല ആണെന്ന് തോന്നുന്നത് 5.38 അപ്പായിരുന്നു. ഓല ഇലക്ട്രിക് 8.51 നല്ലൊരു ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണിത്. 8.51. ടാരിൽ 5.45 ഇതെല്ലാം അപ്പായ സ്റ്റോക്സ് ആണ്. സോ ഇന്നത്തെ മെയിൻ ന്യൂസ് നോക്കുകയാണെങ്കിൽ റുപ്പി അഗെയിൻ ഫർദർ ഡൗൺ ആയിട്ടുണ്ട്. 91.05 ഓൾ ടൈം ലോ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന്. പിന്നെ അതുകൊണ്ട് തന്നെ FII സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ആക്സിസ് ബാങ്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് 5% ഇൻട്രസ്റ്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു പ്രഷറുണ്ട് നെക്സ്റ്റ് 1 ക്വാർട്ടറിൽ. ആ ഒരു ന്യൂസ് വന്നതോടുകൂടി ബാങ്ക് നിഫ്റ്റിയും ആക്സിസ് ബാങ്ക് എല്ലാം ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അതാണ് മോർ ദാൻ 5% ഡൗൺ ആയത്. ഓക്കെ, സോ ഇതെല്ലാം ആണ് ഗൈസ് ഇന്നത്തെ അനാലിസിസ് വീഡിയോ. ഐ വിൽ കം വിത്ത് എ ന്യൂ വീഡിയോ ഓൺ ടുമോറോ. താങ്ക്സ് ഫോർ വാച്ചിങ്.